എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഓണനാളിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എല്ലാവർക്കും റംബൂട്ടാൻ പുളിശ്ശേരി തയ്യാറാക്കാം. നല്ല സ്വാദാണ് ഈ ഒരു പുളിശ്ശേരി കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇനി റംബൂട്ടാൻ പുളിശ്ശേരി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 12 റംബൂട്ടാനാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റംബൂട്ടാന്റെ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് അളവില് വെള്ളവും ആവശ്യത്തിനുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ മൂടി വെച്ചാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പൊന്ന് അരച്ചെടുക്കണം. അരമുറി നാളികേരവും 2 വെളുത്തുള്ളി അല്ലിയും 2 കൊച്ചുള്ളിയും 1 പച്ചമുളകും 1 നുള്ളു നല്ല ജീരകവും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരപ്പും കഷ്ണങ്ങളും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 ലിറ്റർ തൈരിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കട്ടകളെല്ലാം ഉടച്ച് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അരപ്പും തൈരും കൂടി ചേർന്ന് തിളപ്പിക്കാതെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി മാറ്റി വെക്കാം. അതിനുശേഷം കറിയിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കൊച്ചുള്ളി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. കൊച്ചുള്ളി നല്ലോണം മുരിഞ്ഞു പാകായി കഴിഞ്ഞാൽ വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ചെടുക്കാം. പുളിശ്ശേരിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കുറച്ച് കായപ്പൊടിയും 1 ടീസ്പൂൺ അളവില് പഞ്ചസാര കൂടി ചേർത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. താളിപ്പ് നല്ലപോലെ മുരിഞ്ഞ പാകമായാൽ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വറവൊക്കെ ചേർത്തൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ റംബൂട്ടാൻ പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.